പാർവതിയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഹീറോയിൻ, സംവിധാനം ചെയ്ത സിനിമയിലെ ഹീറോയിൻ. ഒരു ആദ്യം നിങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഉടനെ സമ്മതിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹെസിറ്റൻസി കാണിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കഥ കേട്ട ഉടനെ ഷി ഫെൽറ്റ് വെരി ഹാപ്പി. ആപ്റ്റായിരുന്നു, അതാണ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ആപ്റ്റ് കാസ്റ്റിംഗ് കാണുമ്പോഴും. അതേമാതിരി ചിന്താവിഷ്ടയായ ശ്യാമള, മാസ്റ്റർ വിജയൻ, ചിലർ പറയണത് കേട്ടിട്ടുണ്ട്. മാസ്റ്റർ വിജയൻ എന്ന് പറയില്ല, വിജയൻ മാഷ്. വിജയൻ മാഷ്, ഓക്കെ, വിജയൻ മാഷ്. എല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വിജയൻ മാസ്റ്റർ കാണിച്ചത് എന്നൊക്കെ. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതങ്ങനെ കോയിൻസിഡൻ്റലായിട്ട് അത് ആളുകൾക്ക് അങ്ങനെ പല വ്യാഖ്യാനങ്ങളും പറയാം, കൊടുക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമയുടെ കഥ ഉണ്ടാക്കുന്ന നേരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആലോചിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒരു സംഭവം പറയാം. ഇഫ് ടു പീപ്പിൾ ഓൾവേസ് എഗ്രി, വൺ ഈസ് അൺനെസസറി. If two people always agree, one is unnecessary. ഇപ്പം ഞാനും രോഹിണിയും തമ്മിൽ സംസാരിക്കുന്നു, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നും രോഹിണി പറയുന്നതൊക്കെ ശരിയാണെന്നും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന നേരത്ത് ഒരാളുടെ ആവശ്യമില്ല, ഒരാൾ മാത്രം പറഞ്ഞിരുന്ന. ഇപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ശ്യാമള എന്ന് പറയുന്ന കഥാപാത്രം ആ സിനിമയിൽ ആശങ്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച്, കുട്ടികളൊക്കെ ഭാവിയെക്കുറിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ട് അവർക്ക് നല്ല ഭാവി ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, കുടുംബത്തോട് ഒട്ടി നിൽക്കുന്ന, ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള, നിഷ്കളങ്കയായ. അപ്പോൾ ഒരു കഥ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ചൊല്ലുണ്ടല്ലോ, രണ്ടുപേരും ഒരേ സ്വഭാവക്കാരായാൽ കഥ മുമ്പോട്ട് നീങ്ങില്ല. അതിനുവേണ്ടി മാത്രമാണ് ആ കഥാപാത്രം ഞാൻ ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? അത് കേരളത്തിലെ അലസരായിട്ടുള്ള ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ പിന്നീടായി വന്നതാണ്. ഞാൻ പ്രാഥമികമായിട്ട് ആലോചിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടായി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ആ ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ പിന്നീട് ഉണ്ടായത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എനിക്ക് അത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? കഥ ഉണ്ടാക്കുന്ന നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തമ്മിൽ വരസലുകൾ ഉണ്ടാവണം, കോൺഫ്ലിക്റ്റ് വേണം. എന്നാലേ വിജയിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും ഒരു മനഃശാസ്ത്രം പരിശോധിച്ചാൽ നമുക്കിത് കാണാൻ പറ്റും. വൈരുദ്ധ്യം ഉള്ള രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള രസകരമായ, അല്ലെങ്കിൽ വളരെ ക്ഷോഭിക്കുന്ന തരത്തിലുള്ള ഉരസലുകൾ, കോൺഫ്ലിക്റ്റുകൾ, അപ്പോൾ മാത്രമേ സീനുകൾ മുമ്പോട്ട് പോവുള്ളൂ. ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഡീപ്പായിട്ട് പോയിട്ട് ഇതെങ്ങനെയാണ് ഒരു സിനിമ എന്ന് എടുക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞില്ലേ ആദ്യം തിരക്കഥ എഴുതുമ്പോൾ തന്നെ ഡീപ്പായിട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് വിജയിച്ചത്, ഇങ്ങനെ ചെയ്താൽ വിജയിക്കില്ല എന്നുള്ളതൊക്കെ ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യണത്. എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ സിനിമയിൽ ചില ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ട്, പ്രായോഗികമായിട്ടുള്ളത്. പ്രധാനമായിട്ട് നമ്മുടെ ആളുകൾ എന്തിനാണ് സിനിമ എടുക്കുന്നതെന്ന് പലപ്പോഴും അവർക്ക് തന്നെ അറിഞ്ഞൂടാ. ചില താരങ്ങളുടെ ഡേറ്റുകൾ ആണ് പലരെ സംബന്ധിച്ചിടത്തോളം, പല നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. മനസ്സിലായില്ലേ? ആ ഡേറ്റിൽ കൃത്യമായി ഷൂട്ടിംഗ് നടന്നിട്ടില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമെന്ന് അവർ വിചാരിക്കും. അപ്പോൾ നമ്മളെ ആ ഡേറ്റിൽ എന്തെങ്കിലും എഴുതി തല്ലിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. ചില ഘട്ടങ്ങളിലൊന്നും നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായ കമ്പൽഷൻ വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ വിഡ്ഢിത്തം കൊണ്ട് നമ്മൾ പറയും, ഓ ചിലപ്പോൾ ശരിയാവുമായിരിക്കും ഈ സമയത്തിനുള്ളിൽ എന്ന് വിചാരിച്ച് ഞാനും അതിൽ വീണുപോയിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വിദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് സിനിമയെ പ്രൊഫഷണലായിട്ട് സമീപിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 വർഷം എടുക്കും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞാൽ അവർ പറയുന്നത് പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞു എന്നാണ്. മനസ്സിലായില്ലേ? എക്സിക്യൂഷൻ മാത്രമല്ലേ ഉള്ളൂ. എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. അവർ മലയാള സിനിമ ഇപ്പോൾ 50 ദിവസം കൊണ്ട് 60 ദിവസം ഷൂട്ട് ചെയ്യുന്നു. അതുപോലെയൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് സിനിമ, അത്രയും ദിവസങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത്രയും അതിനു മുമ്പുള്ള വർക്കുകൾ, തയ്യാറെടുപ്പുകൾ, ഈ സ്ക്രിപ്റ്റിൻ്റെ മേലുള്ള വർക്കുകൾ അവർ ചെയ്യുകയാണ്. ആ പ്രൊഫഷണലിസം നമ്മുടെ നാട്ടിലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? തിരക്കഥ എല്ലാം എഴുതുമ്പോൾ യു വിൽ ഗോ ഇൻടു ദി ഡീപ്പസ്റ്റ്. അപ്പോൾ
അങ്ങനെ ഒരു ഉൾക്കാഴ്ചയുള്ള ഒരവസ്ഥയിലേക്ക് ഒരു സംഗതി എത്തിച്ചേരണമെങ്കിൽ അത്രയും ആലോചന ആവശ്യമുണ്ട്, അത്രയും ചർച്ചകൾ ആവശ്യമുണ്ട്. ഈ സിനിമ ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കാൻ സമയം വേണം. ഇവിടെ സമയം എന്ന് പറയുന്നത് ഈ തിരക്കഥ ഉണ്ടാക്കാൻ വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കാത്ത ഒരു സെറ്റപ്പാണുള്ളത്. അങ്ങനെ നമ്മളോട് നിങ്ങൾ ഇഷ്ടംപോലെ സമയം എടുത്തോളൂ, ആവശ്യത്തിന് സമയം എടുത്തോളൂ എന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വിഭാഗക്കാരും സിനിമയിൽ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും. മിക്കവാറും അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നവർ. അപ്പോൾ ഇതിനൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് കഴമ്പും കാമ്പും ഒക്കെ ഉള്ള സിനിമകൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ്. ആഗ്രഹിക്കുന്ന പിന്നെ കമ്പൽഷൻ ഇല്ലാതെ വരുമ്പം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ സക്സസ്ഫുൾ സിനിമകളായിട്ട് മാറുന്നത്. ഈ പറയുന്ന ഡെപ്ത് ഉണ്ട് എന്ന് പറയുന്ന സിനിമകളായി മാറുന്നത് അതൊക്കെ തന്നെയാണ്. ശരിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ഒരു ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് തന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റായിട്ട് വരണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും നിങ്ങളെ പറഞ്ഞു പറ്റില്ല. ഞാൻ വായിച്ചത് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്ത് രാമുക്കാരടുത്ത് തന്നെ പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പൊക്കോളൂ, ജോലി ചെയ്യാൻ എന്തെങ്കിലും ജോലി ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? പക്ഷെ അതും കേട്ടിട്ട് പിന്നെയും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ എങ്ങനെ മുന്നോട്ട് നീങ്ങി? അത് രാമുകാരിയായിട്ട് അതുപോലെയുള്ള അന്നത്തെ ഇൻ്റർവ്യൂവിൽ വിൻസെൻ്റ് മാഷ്, പി ഭാസ്കരൻ അവരൊക്കെ ഉണ്ടായിരുന്നു, സേതുമാധവൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, അല്ലാതെ സിനിമയിൽ അഭിനയിക്കേണ്ടെന്നല്ല. അതെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് ഇവിടെ ജോലി കിട്ടാനൊന്നും സാധ്യതയില്ല, അതുകൊണ്ട് എന്തിനാ വെറുതെ നേരങ്ങൾ എന്നെ കണ്ടപ്പോൾ അവർക്ക് സിനിമയിൽ, കാരണം സിനിമ ഗവൺമെൻറ്റിൻ്റെ കയ്യിലൊന്നും അല്ലല്ലോ, ഇൻഡിവിജ്വലിൻ്റെ കയ്യിലല്ലേ. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. എന്നെ പോലുള്ള ഒരാളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അവർ തയ്യാറാവില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ കാരണം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവരെന്നെ ഉപദേശിച്ചത്. അപ്പോൾ ഞാൻ അവരോടൊന്ന് പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. സിനിമയിലെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കാം, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതെങ്ങനെ പഠിക്കാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഗതിക്കാണ് ഞാൻ വന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വേറെ ജോലി ചെയ്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് തന്നെയായിരുന്നു ഇന്റൻഷൻ. ശരിക്കും അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ അഭിനയിക്കാനുള്ളൊരു അഭിനിവേശം ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ചേർന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് തന്നെ പല ഇങ്ങനെ ചാൻസ് ചോദിച്ച് നടക്കലും അതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം സിനിമയെ കുറേ കൂടെ ഗൗരവത്തോട് നോക്കി കാണേണ്ട ഒരു സംഗതിയാണെന്നും ഇങ്ങനെ അഭിനയിച്ച് പിന്നെ ഒരു പോപ്പുലാരിറ്റി നേടാനുള്ള ഒരു മീഡിയ ആയിട്ട് സിനിമയെ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്നൊക്കെ സീരിയസ് ആണ്. കാരണം ഞാൻ അന്ന് പ്രധാനമായിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കാലഘട്ടത്തിൽ പോൾ മുനിയുടെ കുറേ സിനിമകൾ കാണാനിടയായി. വേറെ കണ്ടിട്ട് ഗ്രേറ്റ് പെർഫോമൻസസ്, ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ഇതുപോലത്തെ ഒരു മീഡിയത്തിൽ എന്നെ പോലെ എടുത്ത് വന്ന് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്നോട് ഇപ്പോഴും അങ്ങനെ തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്, 25 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് വേറെ വിഷയം. കാരണം എൻ്റെ ഒരു പിന്നെ ഒരു ആക്ടർ എന്നുള്ള ഒരു അതിനെ പറ്റിയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കറിയാം. പിന്നെ തീർച്ചയായിട്ടും അത്തരം ഞാൻ വെച്ചാൽ ഒരുപാട് ഫ്രഞ്ച് സിനിമകൾ, ഇറ്റാലിയൻ സിനിമകൾ, ഞാൻ പറഞ്ഞില്ലേ ചാപ്ലിൻ്റെയും പിന്നെ പോൾ മുനിയെ പോലെയുള്ള അതൊക്കെ അവരെ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സെറ്റിലായിട്ടുള്ള, അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു പിന്നെ സംഗതിയുടെ. ഇപ്പം നമ്മളെ ഉദയനാണ് താരം എന്ന് പറഞ്ഞ പുതിയ സിനിമയിലും മോഹൻലാൽ എന്ന് പറയുന്ന അഭിനയിക്കുന്ന ഉദയഭാനു എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, അഭിനയം എന്ന് പറയുന്നത് സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ പോലെയാണ്. മനസ്സിലായില്ലേ? ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ വിചാരങ്ങളാണ് ഞാൻ എൻ്റെ അടുത്ത് കഥാപാത്രങ്ങളുടെ ഡയലോഗുകളായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം അത്തരം ഒരു ഹൈറ്റിൽ നിൽക്കുന്ന പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊന്നും ഇതിലൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ലാന്ന്. പിന്നെ ഞാനിതിൽ കടിച്ചു തൂങ്ങുന്നത് പിന്നെ സിനിമയ്ക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ടൊന്നുമല്ല, എനിക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ നിന്നു. അതിൽ ഞാൻ കുറച്ച് അഭിനയിച്ചു, കുറച്ച് എഴുതാൻ ശ്രമിച്ചു, 1-2 സിനിമകൾ സംവിധാനം ചെയ്യുന്ന പോലെ കാണിച്ചു. അത്രയൊക്കെ ഉള്ളൂ. ഗോസ്റ്റ് ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ കുറെ ഗോസ്റ്റ് ഡയറക്ഷൻ മറ്റുള്ള പടങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല.